മദീനയിൽ വെച്ച് മരിക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫൽ യുമിതു ഫിഹാ, അവിടെ മരിക്കാൻ വേണ്ടി അവൻ കൊതിക്കട്ടെ, അതിനുവേണ്ടി പരിശ്രമിക്കട്ടെ. ഹബീബ് മുഹമ്മദ് മുസ്തഫ വലിയ കിട്ടലാണെന്നർത്ഥം. അവനെ ശുപാർശ ചെയ്ത് രക്ഷപ്പെടുത്തുന്ന കാര്യം നമ്മളേറ്റി. ആര് പറഞ്ഞു? ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആത്മഹത്യ ചെയ്യാനല്ല. ആത്മഹത്യ എന്ന് പറയുന്ന പരിശുദ്ധ ഇസ്ലാമിൽ പെട്ടതേ അല്ല. അത് കൊതിക്കാനേ പാടില്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. ഇപ്പൊ ഈ അടുത്തിവിടെ കണ്ടാറുണ്ട് അങ്ങനെ തൂങ്ങിച്ചെത്തുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഗാർഹിക പീഡനോ എന്ത് വിഷയമായിക്കോട്ടെ, അത് പരിശുദ്ധ ഇസ്ലാമിൽ പെട്ടതല്ല. അങ്ങനെ ആരെങ്കിലും മരിച്ചാൽ, അങ്ങനെ ആരെങ്കിലും ആത്മഹത്യയിലൂടെ മരണപ്പെട്ടാൽ അവർക്ക് എന്താ കിട്ടുന്നത്? അവർക്ക് കാലാകാലം നരകമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അള്ളാഹു മരണപ്പെട്ടു പോയ സഹോദരിക്ക് അള്ളാഹു ദറജ ഉയർത്തട്ടെ, അള്ളാഹു പാപം പുറത്തു കൊടുക്കട്ടെ. അങ്ങനെ ദുആ ചെയ്യാം. കാരണം അറിവില്ലാത്തത് കൊണ്ട് ചെയ്തതായിരിക്കും. പെട്ടെന്നുണ്ടാകുന്ന ഒരു മാനസികമാകുന്ന പ്രയാസം മൂലം മനുഷ്യൻ അങ്ങനെ അകപ്പെട്ടു പോകാറുണ്ട്. ഇന്നിപ്പോ കേരളത്തിൽ മുഴുവനും ആത്മഹത്യ വല്ലാതെ കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. എത്രയോ സ്ഥലങ്ങളാണ്. തിരുവനന്തപുരം ജില്ലയിലെ അടുത്തൊരു ഡോക്ടർ, ഒരു സഹോദരി തന്റെ കൂടെ പഠിക്കുന്നതാകുന്ന കൂട്ടുകാരനുമായിട്ട് MBBS ബിരുദധാരിയാകുന്ന സഹോദരനുമായിട്ട് വിവാഹം ഉറപ്പിച്ചു. 50 ലക്ഷം രൂപ, 50 പവൻ, ഒരു വലിയ കാറ്, അതാണ് സ്ത്രീധനം. പക്ഷെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരൻ റുവൈസ് എന്ന പേരുള്ളതാകുന്ന ആ സഹോദരൻ, മുസ്ലിം നാമധാരിയാകുന്ന ആ സഹോദരൻ, അവൻ ഡിമാൻഡ് വെച്ചു. എന്ത് പറഞ്ഞു? 50 ലക്ഷം രൂപയ്ക്ക് പകരം 15 ഏക്കർ ഭൂമി വേണം. ഭൂമിക്ക് വലിയ വിലയുള്ള സ്ഥലമാണ് ആ ഭാഗങ്ങൾ. 15 ഏക്കർ ഭൂമി വേണം. BMW കാറ് വേണം. നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും വില കൂടിയ വാഹനങ്ങളിൽ ഒന്നാണ് BMW വാഹനം. അതിലേറ്റവും ഉന്നതമാകുന്ന വാഹനം. എനിക്ക് ഒരു അപമാനിതയും മാനസികമാകുന്ന ഒരു ഡിപ്രഷനിലേക്ക് എത്തിപ്പെട്ട് ആ പെണ്ണൊരു കയറെടുത്ത് കുരുങ്ങി, കുട്ടി മരണപ്പെട്ടു പോയി, ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ഒരിക്കലും പരിഹാരമല്ല. ഇതേ നിലയ്ക്ക് തന്നെയാണ് നമ്മുടെ തൊട്ടടുത്തതാകുന്ന മഹല്ലത്തിൽ ഈ അടുത്ത് സംഭവിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗാർഹിക പീഡനങ്ങൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വല്ലാതെ കൂടിക്കൊണ്ടിരിക്കാൻ, ജനങ്ങൾക്കിടയിൽ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കാൻ. മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്നു, പലതും മറച്ചു വെക്കുന്നു, പലരും സമൂഹത്തിൽ വെളിപ്പെടുത്തുന്നില്ല. കാരണം കുടുംബത്തിന്റെയും ഭർത്താവിന്റെയും സമൂഹത്തിന്റെയും നിലനിൽപ്പും അവരുടെ പേരും പ്രശസ്തിയും സമൂഹത്തിൽ കളങ്കപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് പല സഹോദരിമാരും അവരുടെ വീടിന്റെ അകത്തളങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് 100-ൽ 95% വസ്തുത. അല്ലെങ്കിൽ ഇവിടെ പലരും നാറ്റക്കേസായനെ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. സമൂഹത്തിൽ കുപ്പായമണിഞ്ഞ് വലിയ വലിയ ആളുകളായി, സമുന്നതരാകുന്ന വ്യക്തികളായി സമൂഹത്തിൽ നമ്മൾ നിലകൊള്ളുമ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മുടെ കാലിയൻ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ധാരാളം കാലം നമുക്ക് നേതൃത്വം നൽകാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അപ്പൊ ഇത്തരത്തിലുള്ളതാകുന്ന അപജയങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിത്തീരുമ്പോ സമൂഹം വളരെയേറെ ശക്തമായ നിലയിൽ ജാഗ്രത പുലർത്തണം. പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ അവരോടുള്ള കടമകളും കടപ്പാടുകളും നല്ല രീതിയിൽ പൂർത്തീകരിക്കണം. സ്ത്രീകളോടുള്ളതാകുന്ന വെച്ചു പുലർത്തുന്നതാകുന്ന നിങ്ങളുടേതാകുന്ന ഒരു ശൈലിയുണ്ട്, ഒരു കാടത്ത മനോഭാവം. അതിൽ മാറ്റം വരണം. പ്രത്യേകിച്ച് സമ്പത്തുള്ളതാകുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണ് വരുമ്പോ അവളെ മാനസികമായി പിന്നെയും അവളെയും അവളുടെ കുടുംബത്തെയും ടാർഗറ്റ് ചെയ്ത് സമ്പത്ത് വേണമെന്ന് വാശി പിടിച്ചിട്ട് അവളെ ഒറ്റപ്പെടുത്തുകയും അവളെ എപ്പോഴും അകറ്റി നിർത്തുകയും, സമ്പത്ത് നീ തന്നത് കുറഞ്ഞുപോയി, നിന്റെ ഉപ്പ തന്നത് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് മാനസികമായി പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന ധാരാളം ഭർത്താക്കന്മാർ, മുസ്ലിംകൾ ഇന്നത്തെ സമൂഹത്തിൽ കൂടി വരുന്നു എന്നുള്ളത് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്. അള്ളാഹു നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇത്തരത്തിലുള്ളതാകുന്ന സ്ത്രീധനം എന്ന മഹാവിപത്തിന്റെ പേരിൽ സമൂഹം ഒറ്റക്കെട്ടായിട്ട് തീരുമാനമെടുക്കണം. മഹല്ലുകളും തീരുമാനമെടുക്കണം. അത്തരത്തിലുള്ളതാകുന്ന സ്ത്രീധനമാകുന്ന വലിയ വിപത്തുകളിലേക്കുള്ള പോകുന്ന ആർഭാട കല്യാണങ്ങളിലേക്കും ആഭാസങ്ങളിലേക്കും കൂത്തരങ്ങുകളിലേക്കും ഞങ്ങൾ പരിപൂർണമായി പിന്തുണ തരൂല എന്ന് അങ്ങനെ ഒരു തീരുമാനം ഐക്യകണ്ഠേന രൂപകൽപ്പന ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ.
അത് എടുക്കണം. അതെടുക്കാനുള്ള ഒരു ആർജവം നമുക്കുണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എങ്കിലേ ഇത്തരത്തിലുള്ള പാവപ്പെട്ട സഹോദരിമാരുടെ മരണം വരുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഉത്ഭുതരാവൂ. എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ മാത്രമല്ല, അത് കഴിയുമ്പോൾ പിന്നീടും തദൈവ പഴയ കോലത്തിലേക്ക് മാറലല്ല, മറിച്ച് ആ വിഷയത്തിൻ്റെതാകുന്ന അകക്കാമ്പ് മനസ്സിലാക്കി എവിടെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നമെന്ന് മനസ്സിലാക്കി തിരിച്ചറിവുണ്ടായി സമൂഹം അതനുസരിച്ച് ഉണരണം. ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു നമ്മളെ എല്ലാം സ്വാലിഹീങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. പക്ഷെ ഞാൻ ഉണർത്തുന്നത് ഇത്തരത്തിലുള്ളതാകുന്ന ഒരു ബുദ്ധിമുട്ട് വരുമ്പോ +2 തോറ്റതാകുന്ന കാരണത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ കുടുംബത്തിൽ ഇത്തരത്തിലുള്ളതാകുന്ന അപജയങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നതിന്റെ പേരിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവും കുടുംബാദികളും ഭർത്താവിന്റെ കുടുംബാദികളും എന്ന് വേണ്ട തന്നെ ഉപദ്രവിക്കുകയും ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയും ചെയ്യുന്നതാകുന്ന ഒരു ഘട്ടം വരുമ്പോ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു കയറിന്മേൽ കുരുങ്ങിയിട്ട് സ്വന്തം ജീവൻ ഒടുക്കുകയല്ല, ആത്മഹത്യ ചെയ്യുകയല്ല പരിഹാരം. ആത്മഹത്യ ചെയ്താൽ വലിയ ശിക്ഷയാണ്. ഞാനിപ്പോ എന്തിനാ ഇത് പറഞ്ഞത്? മദീനയിൽ മരണപ്പെടുന്നതിനെ ലക്ഷ്യം വെക്കണമെന്ന് നബിതങ്ങൾ പറഞ്ഞപ്പോ അവിടെ പോയി തൂങ്ങിച്ചാകണമെന്ന അർത്ഥത്തിലല്ല, മറിച്ച് മദീനയോടുള്ള പ്രണയം വെച്ചിട്ട് പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലി ഹബീബായ നബിതങ്ങളുടെ തിരുസുന്നത്തുകൾ മുറുകെ പിടിച്ച് ആ പ്രവാചകരോടുള്ള അനുരാഗവും അനുധാവനവും ജീവിതത്തിൽ കൊണ്ടുവന്ന് അവധാനതയോടുള്ള ജീവിതം നിന്റെ ജീവിതത്തിൽ നടത്തിയാൽ തീർച്ചയായും നിനക്ക് സംശുദ്ധമായ ഒരു മരണം മദീനയിൽ സാധ്യമാകും. അതിനാണ് പരിശ്രമിക്കേണ്ടത്. قال رسول الله صلى الله عليه وسلم അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു ഫഹുവ യതറദ്ദാ ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ വലിയ കെട്ടിടത്തിന്റെ മുകളിലേക്ക്, പർവ്വത നിരകളുടെ മുകളിലേക്ക് കയറി ചെന്നുകൊണ്ട് 10 നില കെട്ടിടത്തിന്റെ മുകളിലോ പർവ്വതത്തിന്റെ മുകളിലോ കയറിയിട്ട് അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിച്ചാകുന്നവരെ മൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു, സ്വന്തം ശരീരത്തെ കൊന്നുകളയുന്നതായ ആളുകളെ ഫഹുവ യതറദ്ദാ ഫീ നാരി ജഹന്നമ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, നരകത്തിൽ അവന് വേണ്ടി ഒരു മലയെ അല്ലാഹു പടയ്ക്കുകയാ, ആ മലയിലേക്ക് കയറാൻ പറയുകയാണ്. അവൻ നരകത്തിലാണ്. ഈ ദുനിയാവിൽ മലകളുടെ മുകളിൽ കയറി താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്ന മുസ്ലിം സഹോദര സഹോദരി, ഈമാനുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനത്തുകളെ, നിങ്ങൾക്ക് നരകമാണ്. നരകത്തിൽ വെറുതെ നിൽക്കുകയല്ല, നരകത്തിൽ അല്ലാഹു ശിക്ഷാമുറകളെ കുറിച്ച് റസൂലുള്ള പഠിപ്പിക്കുകയാണ്. ഫഹുവ യതറദ്ദാ ഫീ നാരി ജഹന്നമ, നരകത്തിൽ അതാ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് എത്തിയതിനു ശേഷം, പർവ്വതത്തിന്റെ മുകളിലത്തെ ഭാഗത്തേക്ക് എത്തിയതിനു ശേഷം ആ നരകത്തിൽ നിന്ന് അവൻ താഴോട്ട് ചാടാ പറയുകയാണ്. സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ പേടിച്ച് വിറച്ചുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന മനുഷ്യനെ താഴേക്ക് തള്ളിയിടുകയാണ്. ഫഹുവ യതറദ്ദാ ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. ഇമാം ബുഖാരി കൊണ്ടുവന്നിട്ടുള്ള ഹദീസാണ് റളിയല്ലാഹു അൻഹു, സഹീഹുൽ ബുഖാരി. മറിച്ച് നോക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ, സ്വഹീഹായ ഹദീസാണ്. നരകത്തിലേക്ക് അവൻ വഴുതി വീഴുകയാണ്. ഏറ്റവും മുകളിലത്തെ ഭാഗത്തേക്ക് കയറിയിട്ട് ആ നരകത്തിന്റെ മുകൾ തട്ടിലേക്ക് കയറിയിട്ട് ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് അവൻ മറിഞ്ഞു വീഴുകയാ. നഊദു ബില്ലാഹ്. ഈ ദുനിയാവിൽ ഏത് നിലക്കാണോ വേദന
വേദന നീ ഏറ്റെടുത്തിട്ടുള്ളത്, മരണത്തെ നീ വരിച്ചിട്ടുള്ളത്, അതിനേക്കാൾ കഠിനമാകുന്ന മരണവേദന അല്ലാഹു നിനക്ക് നൽകുകയാണ്. നരകത്തിലുള്ള ശിക്ഷയാണ്. ഒരാളും നിന്നെ സഹായിക്കാനില്ല, ഒരാൾ പോലും നിന്നെ രക്ഷപ്പെടുത്താനില്ല. ഈ ദുനിയാവിൽ ആത്മഹത്യയിലേക്ക് നിനക്ക് പ്രേരണ നൽകിയതാകുന്ന കൂട്ടുകാരുണ്ടാവാം, കൂട്ടുകാരികളുണ്ടാവാം, ഒരാൾ പോലും നിന്നെ രക്ഷപ്പെടുത്താനില്ല. ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, നരകത്തിൽ കാലാകാലം ഇതേ ശിക്ഷ തന്നെ തുടരുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് നിലയ്ക്കാണോ നീ മരണത്തെ വരിച്ചത്, ആത്മഹത്യ ചെയ്തത്, അതേ ശിക്ഷ കൊണ്ട് തന്നെ അള്ളാഹു ശിക്ഷിക്കും. ആരും സഹായിക്കാനുണ്ടാവൂല. ഒരാളും നിന്റെ മരണവേദന ഏറ്റെടുത്തിട്ട് ഒരല്പം ഒന്ന് ഷെയർ ചെയ്യില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വമൻ തഹസ്സാ സുമ്മാ ഫഹുവ ഫീ നാരി ജഹന്നമ. ഈ ദുനിയാവിൽ വിഷമടിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചപ്പോൾ ആള് വടിയായിട്ടുണ്ട്, മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ ദുനിയാവിൽ വിഷമടിച്ചവരെ മനസ്സിലാക്കണേ, ഫഹുവ ഫീ നാരി ജഹന്നമ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവൻ നരകത്തിലാണ്. അവന്റെ കൈകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷത്തിൻ്റെതാകുന്ന ഏറ്റവും വീര്യം കൂടിയ കുപ്പി നാളെ നരകത്തിൽ വെച്ചുകൊണ്ട് നൽകുകയാ. ഫഹുവ യതഹസാഹു ഫീ നാരി ജഹന്നമ. കത്തിജ്വലിക്കുന്നതാകുന്ന നരകത്തിൻ്റെതാകുന്ന അകത്തളത്തിൽ വെച്ചുകൊണ്ട് ആ വിഷത്തിന്റെ വീര്യമുള്ളതാകുന്ന കുപ്പിയെടുത്തുകൊണ്ട് അവൻ അടിക്കൽ നിർബന്ധമാണ്, കഴിക്കൽ നിർബന്ധമാണ്. കഴിച്ചില്ലെങ്കിൽ സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ കഴിപ്പിക്കുമേ. ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, കാലാകാലം ശിക്ഷയാണ്. നീ മരണത്തിലേക്ക് പോകുകയാണ്, മരണത്തിന്റെ വെപ്രാളങ്ങൾ നിനക്കുണ്ടാവുകയാണ്, നിന്റെ അസ്ഥിപഞ്ജരങ്ങൾ മരണത്തിന് വേണ്ടി കീഴടങ്ങുകയാണ്, മരണത്തോട് മല്ലടിക്കുന്ന വേദനയാണ്. എത്രമാത്രം ഈ ദുനിയാവിൽ വിഷമടിക്കുമ്പോൾ വേദന നീ ഉണ്ടായിട്ടുണ്ടോ, അതിന്റെ 10 മടങ്ങ് വേദന ഇതാ നരകത്തിൽ വെച്ചുകൊണ്ട് അനുഭവിക്കുകയാണ്. ഒരാളും നിന്നെ സഹായിക്കാനില്ല, ഒരാൾ പോലും നിനക്ക് രക്ഷയില്ല. ഈ ദുനിയാവിൽ നിന്നെ ആത്മഹത്യയിലേക്ക് നയിച്ചതാകുന്ന കാരണങ്ങളോ അതിലേക്ക് പ്രേരിപ്പിച്ച കൂട്ടുകാരോ ഒരാൾ പോലും നിന്നെ സഹായിക്കാനുണ്ടാവുകയില്ല. വളരെ പ്രയാസമാണ്. തീർന്നില്ല, ഒരു പ്രാവശ്യം കൊണ്ട് അല്ലാഹു മതിയാക്കുന്നില്ല. നീ മരിച്ചതിന് ശേഷം നിനക്ക് ആത്മാവ് വീണ്ടും നൽകുകയാണ്, വീണ്ടും നിന്റെ കൈകളിലേക്ക് വിഷത്തിന്റെ വീര്യം കൂടിയ കുപ്പി നൽകുകയാണ്. കുടിക്കാൻ വേണ്ടി പറയുകയാ, കുടിക്കാതിരിക്കാൻ സാധ്യമല്ല. സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ നിന്നെ അടിച്ചുകൊണ്ട് കുടിപ്പിക്കുകയാണ്, വീര്യം കൂടിയ വിഷം നീ കുടിക്കുകയാണ്. മരണത്തെ നീ വീണ്ടും വരവേൽക്കുകയാ. പേടിക്കുകയാണ്. വേദന കൊണ്ട് കുളയുന്ന മനുഷ്യ, നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളിലൂടെ വേദന ഊറ്റപ്പെടുകയാണ്, വേദന കൊണ്ട് പൊളയുകയാണ്. മരണത്തെ നീ വീണ്ടും പുൽകുകയാ, വീണ്ടും നിനക്ക് ആത്മാവ് നൽകപ്പെടുകയാണ്. ഇങ്ങനെ തുടരുകയാണ്. ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയിരിക്കുന്നതായ ആരോഗ്യത്തെ, നിനക്ക് നൽകിയിരിക്കുന്ന ആത്മാവിനെ അതില്ലാതാക്കാൻ മനുഷ്യ നിനക്ക് സാധ്യമല്ല, നിനക്ക് അനുവാദമില്ല. മനസ്സിലാക്കണം, ആത്മഹത്യ ചെയ്താൽ കിട്ടുന്ന ശിക്ഷ പഠിക്കണം. അല്ലാതെ കുട്ടി ആത്മഹത്യ ചെയ്തു പോയല്ലോ എന്ന് പറയുന്നല്ല കാര്യം. ആത്മഹത്യ ചെയ്തവന് കിട്ടുന്ന പണി എന്താണെന്നും കൂടി പഠിക്കണം. നമ്മൾ ഈ ദുനിയാവിൽ പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാകുമ്പോ ക്ഷമ അവലംബിക്കണം. മോമിനീങ്ങളല്ലേ, നമ്മൾ പെട്ടെന്ന് കിടന്ന് ഇളകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വമൻ ഖതല നഫ്സഹു ബിഹദീദത്തിൻ ഫഹാബത്തിനഹു യജഉ ബിഹാ ബത്നഹു. ഈ ദുനിയാവിൽ
ഒരായുധം കൊണ്ട്, ഇരുമ്പിന്റെ ഒരായുധം കൊണ്ട് സ്വന്തം വയറ്റിലേക്ക് ആഞ്ഞു കുത്തിയിട്ട് മരണത്തെ പുൽകിയതാകുന്ന സഹോദരാ, ഒരു കത്തിയെടുത്തുകൊണ്ട്, മൂർച്ചയുള്ള കത്തിയെടുത്ത് കയ്യിലെ നരമ്പിനെ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, കാലാകാലം ഈ ശിക്ഷകൾ കൊണ്ട് ആവർത്തിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയറ്റിലേക്ക് കുത്തുന്നു, മരണവേദന അറിയുന്നു, മരിക്കുന്നു, വീണ്ടും റൂഹട്ട് കൊടുക്കുന്നു, വീണ്ടും കത്തിയെടുക്കുന്നു, വീണ്ടും കുത്തല്, വീണ്ടും മരിക്കുന്നു, വീണ്ടും അള്ളാഹു റൂഹട്ട് കൊടുക്കുന്നു, വീണ്ടും കയ്യിൽ കത്തി കൊടുക്കുന്നു, വീണ്ടും തന്നെ. ഇത് തന്നെ പരിപാടി. എങ്ങനെ മരിക്കുന്നോ അങ്ങനെ തന്നെ കാലാകാലം അവർക്കതാണ് ശിക്ഷ. മനസ്സിലായിക്കോ? നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ആത്മാവിനെ സ്വന്തമായിട്ട് ഊരിയെടുക്കാൻ നമുക്ക് അനുവാദമില്ല. യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. നബിയേ, ജനങ്ങൾ തങ്ങളോട് ആത്മാവിനെ പറ്റി ചോദിക്കുമ്പോ അറിവില്ലാത്ത ജനങ്ങളോട് തങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണേ റസൂലേ. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. ആത്മാവ് എന്റെ തമ്പുരാന്റെ കൈകളിലുള്ളതാണ്, അവന്റെ അധികാര പരിധിയിലുള്ളതാണ്. അത് തൊട്ടുകളിക്കാൻ ഒരു മുസ്ലിമിന് അള്ളാഹു അനുവാദം നൽകിയിട്ടില്ല. സ്വന്തമായിട്ടും പറ്റൂല, മറ്റൊരുത്തനെ കൊല്ലാനും പറ്റൂല. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. മനസ്സിലാകുന്നുണ്ട്? വേറൊരു മുഅ്മിനായ മനുഷ്യനെയും കൊലപ്പെടുത്താൻ നമുക്ക് പറ്റൂല. അങ്ങനെ കൊലപ്പെടുത്തിയാൽ നമ്മൾ നരകത്തിൽ. മനസ്സിലാക്കണം, നിസാരമല്ല. റൂഹ് എടുക്കാൻ ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടില്ല. കൊട്ടേഷൻ സംഘത്തിൽ ചേരുക. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ പരിപാടി ഏതാണ്? 20ഉം 25ഉം വയസ്സുള്ളവനൊക്കെ സ്കൂട്ടർ ഇട്ട് അടക്കാണ്. എന്തിനാണ്? സ്കൂട്ടർ പണിയാനല്ല, വാപ്പാടെ പ്രായമുള്ളവന്റെ വയറ്റി കുത്താനായിട്ട്. അള്ളാഹു മുളക്കാക്കട്ടെ. കൊടല് കറക്കി എടുത്തു തരും. കൈ വെട്ടുന്നതിന് 5000, തല വെട്ടുന്നതിന് 50,000 റേറ്റ് പറഞ്ഞ് അടക്കാം. എന്നിട്ട് മാഹി പോയി ചെറിയ സാധനം വാങ്ങിച്ചിട്ട് അടിച്ചുകൊണ്ട് അടക്കാം സ്കൂട്ടിയിൽ. അള്ളാഹു മുളക്കാക്കട്ടെ. ഇതാണ് പരിപാടി, ചെറുപ്പക്കാരുടെ പരിപാടി. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അല്ലേ? ശരിയല്ലേ? അടിക്കൂലേ? ചെറുപ്പക്കാരടിക്കൂ, ഞങ്ങളാരും ഇല്ല. ആയിക്കോട്ടെ, അള്ളാഹു ബർക്കത്ത് ശരിയാട്ടെ. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. ഹാല് പോയ കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ. ജീവനില്ലാത്തവരുണ്ടല്ലോ. പോരാ, ചില ആളുകൾ കൈ ഉയർത്തി ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ബക്കറ്റ് ഒന്ന് കൊണ്ടുവന്നോളി. എല്ലാവരും ഒരു സദക്ക കൊടുക്കട്ടെ. കണ്ട മുനീർ കണ്ടില്ലേ? ഇവിടെ നേരത്തെ തന്നെ വന്നു. മുനീർ എന്നല്ലേ പേര് അല്ലേ? ബക്കറ്റ് ഒന്ന് കൊണ്ടുപോ. ബക്കറ്റ് ഒന്ന് കൊണ്ടുപോയി വേഗം കൊണ്ടോ. യാ അല്ലാഹ്, നമ്മുടെ വാളണ്ടിയേഴ്സ് സ്ത്രീകളുടെ ഭാഗത്ത് അവിടെ തുടങ്ങിക്കോ. അള്ളാഹു ബർക്കത്ത് ശരിയട്ടെ. ആദ്യത്തെ ദിവസമാണ് നല്ലൊരു സദഖ ഇൻഷാ അല്ലാഹ്. എല്ലാവരും നല്ല നിയ്യത്തിൽ കൊടുക്കുക. അള്ളാഹു നമുക്ക് നല്ല മരണം സാധ്യമാക്കട്ടെ. നല്ല ദിവസത്തിൽ നല്ല സമയത്ത് കലിമ ഉച്ചരിച്ചിട്ട് മരണം വരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്തിൽ കൊടുക്കുക. زر ريح المصطفى وزد إقامة به زرت حميم زاويا عن قلبك زلزال زال لا إله إلا الله. ഉറക്കച്ചൊല്ല്, ശബ്ദം പോരല്ല. മുഹമ്മദു റസൂലുള്ളാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ നാഥാ. ഞങ്ങളുടെ സദഖ നീ കബൂലാക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം നൽകണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളേവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. സർവ്വ ലക്ഷ്യങ്ങളും നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. കടബാധ്യതകളിൽ നിന്ന് സംരക്ഷണം നൽകണേ അല്ലാഹ്.
ഉള്ള കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള മാർഗങ്ങൾ തുറസാക്കണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അത് ദീനിനു വേണ്ടി ചെലവഴിക്കുന്നവരുമാണ്. നീ ഖബൂലിയത്ത് നൽകണേ അല്ലാ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നല്ല നിയ്യത്ത് വെച്ച് എല്ലാവരും സ്വതക്ക കൊടുക്ക്. അല്ലാഹു കബൂലാക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കും. അപ്പൊ എവിടെ വെച്ചാണ് ഏത് രീതിയിലാണ് മരണം വരിക നമുക്ക് ആർക്കും തീർച്ചപ്പെടുത്താൻ പറ്റൂല. അല്ലാഹു നല്ല മരണം നമുക്ക് സാധ്യമാക്കട്ടെ. ഒരു കട്ടി പോരല്ലോ. നിങ്ങൾക്ക് എന്ത് പറ്റി? ഒരു സുന്നത്തെ മാത്തിന്ന് പുറകോട്ട് പോയാലുണ്ട്. ഒരു ആമീനും ഇല്ല, ഒരു ആവേശമില്ല. എന്ത് പറ്റി? അല്ലാഹു നമ്മളെ സാന്നിഹ്യങ്ങൾ ചേർക്കട്ടെ. അങ്ങനോട് പറയും, നിങ്ങൾക്ക് തണുത്താ ഞാനും തണുക്കും. ഞാൻ തണുക്കാതിരിക്കാനാണ് ഫാം പോലും വെക്കാതെ ചൂടിലിരിക്കുന്നത്. തണുത്തു പോയാൽ ഞാൻ വേഗം ഓഫ് ചെയ്ത് വേഗം പോകും. കാരണം പ്രസംഗിക്കാൻ കൊതിയുള്ള ഒരാളേ അല്ല. അതുകൊണ്ട് നിങ്ങൾ നല്ല റാഹത്തായിട്ടിരിക്കും, എങ്കിലേ പ്രസംഗിക്കുള്ളൂ. ഒരു ഉണർവില്ല, ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരുന്ന എന്ത് കാര്യം? അല്ലാഹു നമ്മളെ സാന്നിഹ്യങ്ങൾ ചേർക്കട്ടെ. നിങ്ങളെക്കാൾ കൂടുതൽ ആള് ഓൺലൈനിലുണ്ടാവും, ഉറപ്പാണ്. എത്ര പേരുണ്ടാവും ഓൺലൈനിൽ? 1500 പേരുണ്ട്. എങ്ങനെയുണ്ട്? അവർക്കും അത് പറഞ്ഞാൽ ഓൺലൈനിൽ 1500 പേരുണ്ട് ആണ്. അപ്പൊ അവര് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. ആ ഒരു ശ്രദ്ധയെങ്കിലും നിങ്ങൾക്ക് വരട്ടെ. അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. ഓൺലൈനിൽ കേൾക്കുന്നവരും വാഹനത്തിലിരുന്ന് കേൾക്കുന്നവരും വീട്ടിലിരുന്ന് ഒക്കെ കേൾക്കുന്ന ആളുകളുണ്ട്, പ്രായമേറെയുള്ള ആളുകൾ. അല്ലാഹു അവർക്കൊക്കെ ബറക്കത്ത് ചൊരിയട്ടെ, ഖൈർ പ്രദാനം ചൊരിയട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. സർവോപരി നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നല്ല ഉണർവ് വേണം എല്ലാവരും, നല്ല രീതിയിലിരിക്കും. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ കാന ബിനു ആദമ ഫീ സിയാഖിൽ മൗത്ത് ബഅസല്ലാഹു ഇലൈഹി ഖംസതൻ മിനൽ മലായിക. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇദാ കാന ബിനു ആദമ ഫീ സിയാഖിൽ മൗത്ത്, ആദമ സന്തതികൾ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന സമയമെത്തുമ്പോ, തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് പിരിയുന്ന നേരം, ബഅസല്ലാഹു ഇലൈഹി ഖംസതൻ മിനൽ മലായിക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് 5 മലക്കുകളെ പറഞ്ഞേക്കുമെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഒരു മുഅ്മിനായ മനുഷ്യൻ മരണാസന്നനായി കിടക്കുമ്പോൾ, മുഅ്മിനെന്നല്ല ആദം സന്തതികളൊക്കെ മരിക്കാൻ കിടക്കുന്ന വേളയിൽ 5 മലക്കുകൾ നമ്മുടെ അടുത്ത് വരും. ശരിക്കും ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. നമ്മുടെ അവസ്ഥ, നമ്മളൊക്കെ മരിക്കേണ്ടവരാണ്. നമ്മുടെ അവസാനത്തെ ആ സമയം ഒന്ന് ചിന്തിച്ചു നോക്ക്. വീടിന്റെ അകത്തളത്തിൽ നമ്മൾ സുഖമില്ലാതെ അങ്ങനെ കിടക്കാണ്. നമ്മുടെ ഭാര്യ, മക്കൾ, കുടുംബങ്ങളൊക്കെ വീട്ടിലുണ്ട്. ഒന്ന് ചിന്തിക്കൂ, ഒന്ന് അതിലൊന്ന് ചിന്തിച്ചേ. അടുത്ത സെക്കൻഡിൽ നമ്മൾ മരിക്കൂ, ഒന്ന് ചിന്തിക്കും. നമ്മൾ വീട്ടിൽ അങ്ങനെ സുഖമില്ലാതെ കിടക്കുക. നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിൽ നമ്മുടെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, സഹോദരൻ, സഹോദരി എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും പറയാണ്, ഇങ്ങനെ ആളിപ്പോ തീരും, മരിക്കാൻ അടുത്തുണ്ട്, ഡോക്ടറൊക്കെ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞിരിക്കാൻ. അങ്ങനെ ഒരു ഘട്ടത്തെ പറ്റി ഒന്ന് ചിന്തിക്കും. എല്ലാവരും വിഷമത്തിലാണ്, ഭാര്യയും കുടുംബവും ഒക്കെ വിഷമത്തിലാണ്. അങ്ങനെ ഇരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ സമയത്ത് സക്കറാത്തിന്റെ ഹാലിൽ നിലകൊള്ളുമ്പോൾ 5 മലക്കുകൾ വരും. فيأتيه ملك الأول وروحه في الحلقوم وروحه في الحلقوم. ആത്മാവ് തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്നതായ നേരത്ത് ഒന്നാമത്തെ മലക്കവൻ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഫയഖൂൽ, ഒന്നാമത്തെ മലക്കവനോട് ചോദിക്കുകയാണ്, യബ്ന ആദം ഐന ബദനുകൽ ഖവീ വമാ
അളഅഫഹുൽ ആദമിന്റെ പൊന്നുമോനെ പൊന്നുമോളെ, എന്ത് പറ്റിയടാ നിനക്ക്? നിന്റെ ആരോഗ്യം എവിടെ പോയി? യബ്ന ആദം ഐന ബദനുകൽ ഖവീ വമാ അളഅഫഹുൽ ആദമിന്റെ പൊന്നുമോനെ പൊന്നുമോളെ, എന്ത് പറ്റിയടാ നിനക്ക്? എന്ത് പറ്റിയടി നിനക്ക്? നിന്റെ കൈകാലുകൾ അനക്കാൻ പറ്റാത്തതെന്താണ്? നിന്റെ ആരോഗ്യം എവിടെ പോയി? നിന്റെ ആരോഗ്യം എവിടെ പോയി? ജനങ്ങൾക്കിടയിൽ ആരോഗ്യ ദൃഢഗാത്രനായി ജീവിച്ചിരുന്നവനല്ലേ? രാവിലെ സുബഹിയുടെ ബാങ്ക് മുഴങ്ങുമ്പോ പള്ളിയിലേക്ക് പോകാതെ റോഡിലേക്ക് പോയിക്കൊണ്ട് നടന്ന് നീങ്ങിയവനല്ലേ? യാത്രകൾ ചെയ്തവനല്ലേ? നേരം വെളുക്കുമ്പോ കൂട്ടുകാരികളെ ഉണർത്തിക്കൊണ്ട് 6-7 കിലോമീറ്ററുകൾ വടകര ടൗണിലേക്ക് നടന്നവളല്ലേ? ഒരുപാട് യാത്രകൾ ചെയ്തവളല്ലേ? ശരീരത്തിന്റെ കൊഴുപ്പ് കളയാൻ വേണ്ടി പല നിലക്കുള്ളതാകുന്ന ജിംനേഷ്യത്തിൽ പോയി വർക്കൗട്ടുകൾ ചെയ്തവനല്ലേ? വമാ അളഅഫഹുൽ ഇന്ന് നിന്റെ കൈകാലുകൾ അനക്കാൻ പറ്റാത്തതെന്താണ്? നിന്റെ സിസ്ബാക്കി എവിടെ പോയടാ? നിന്റെ ശരീരത്തിന്റെ ഘടന എവിടെ പോയടി? എന്താണ് നിനക്ക് സംഭവിച്ചത് എന്ന് മലക്ക് നിന്നോട് ചോദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 5 മലക്കുകളിൽ 1-ാമത്തെ മലക്കിന്റെ ചോദ്യമാണ്. എപ്പോഴാ ചോദിക്കുക? നിന്റെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തി നിൽക്കുന്ന സമയത്താണ് ചോദിക്കുക. كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى فلا صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتمطى أولى لك فأولى ثم أولى لك فأولى. ഈ ദുനിയാവിൽ കള്ളു കുടിച്ചുകൊണ്ട് നടന്നതായ മനുഷ്യ, വ്യഭിചരിച്ചുകൊണ്ട് നടന്നതായ മനുഷ്യ, മോശപ്പെട്ട സിനിമകളും സീരിയലും കണ്ടുകൊണ്ട് രാത്രിയും പകലിനെയും മലീമസപ്പെടുത്തിക്കൊണ്ട് നടന്നവരെ, അള്ളാഹുവിനെ ആരാധിക്കാതെ മോശപ്പെട്ട ജീവിതം നയിച്ചതായ മനുഷ്യ, അവസാനത്തെ സമയമാണ്. തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് എത്തി നിൽക്കുന്ന സമയമാണ്. വലതുകാലിന്റെ തള്ളവരിലൂടെ മലക്കുകൾ ആത്മാവിനെ പേർപ്പെടുത്തുകയാണ്. നിന്റെ മുട്ടിലൂടെ തുടയിലൂടെ ആമാശയത്തിലേക്ക് നിന്റെ കഴുത്തിലേക്ക് റൂഹിനെ കൊണ്ടുവരുമ്പോ അതാ ഇടത് ഭാഗത്ത് നിന്ന് വീണ്ടും ആത്മാവിനെ പിടിക്കാൻ തുടങ്ങുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാമിനോടൊപ്പം കടന്നു വരുന്നതായ 500 മലക്കുകളെ കുറിച്ച് റസൂലുള്ളാഹി പറയുന്നുണ്ട്. ആരോഗ്യ ദൃഢഗാത്രരായ മലക്കുകളാണ്. ഒരു കാര്യം അവരോട് യേശുവയില്ല. അള്ളാഹു കൽപ്പിച്ചത് മാത്രം ചെയ്യുന്നതായ മലക്കുകളാ. അവൻ വിരോധിച്ചത് ഒരിക്കലും അവർ ചെയ്യുകയില്ല. അത്രയേറെ പരിശ ഹൃദയത്തിന്റെ ആളുകളാകുന്ന മലായികത്തുകൾ നിന്റെ ആത്മാവിനെ വേർപെടുത്തുകയാണ്. മോശപ്പെട്ട മനുഷ്യരുടെ ആത്മാവിനെ വേർപെടുത്താൻ 500 മലക്കുകളാണ് കടന്നു വരുന്നത്. ഇടതുകാലിന്റെ തള്ളവരലിലൂടെ ആത്മാവിനെ വേർപെടുത്തുകയാണ്. ഇടതിന്റെ ആത്മാശയത്തിലേക്ക് കൊണ്ടുവന്ന കഴുത്തിലേക്ക് എത്തിച്ചുകൊണ്ട് വേദന കൊണ്ട് പൊളയുമ്പോ കൈകാലുകൾ വല്ലാതെ തളരുകയാണ്. ശരീരമാസകലം വിയർപ്പ് പൊടിയുകയാണ്. ഇന്ന് വരെ ഇല്ലാത്ത
രക്ഷയില്ലാത്ത വേദനയാണ്. ഒരാൾ പോലും രക്ഷയ്ക്കില്ല. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തൊട്ടടുത്തിരിപ്പുണ്ട്, തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ ചാരത്തിരിപ്പുണ്ട്, തന്റെ പ്രിയപ്പെട്ട മക്കൾ അടുത്തിരുന്ന് യാസീൻ ഓതുന്നുണ്ട്, ഖുർആൻ പാരായണം നടത്തുന്നുണ്ട്. ഒരാൾ പോലും അറിയുന്നില്ല മരണത്തിന്റെ വേദന. വാപ്പ ഇതാ മരണത്തിലേക്ക് നീങ്ങുകയാണ്, ഉമ്മ ഇതാ മരണത്തിലേക്ക് പോകുകയാ. ഇതാ ബലഗത്തി തറാഖിയ, തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തുന്നതായ വേളയിൽ ആത്മാവ് വല്ലാതെ വേർപെടുന്നതായ നേരമില്ലയോ? അവൻ വിളിച്ചു പറയുകയാണ്, വിളിച്ചു പറയുകയാണ്, വഖീല മൻ റാഖ, ആരാണ് എനിക്കൊന്ന് മന്ത്രി ചോദിത്തരാനുള്ളത്? ഈ ദുനിയാവിൽ എനിക്ക് പനി വരുമ്പോ, ഈ ദുനിയാവിൽ എനിക്ക് പ്രയാസം വരുമ്പോ, ഈ ദുനിയാവിൽ എനിക്ക് പ്രതിസന്ധികൾ ഉണ്ടായ നേരത്ത് ആലിമീങ്ങൾ എനിക്ക് വെള്ളമോതി മന്ത്രിച്ച് തന്നതല്ലയോ? എന്റെ ബുദ്ധിമുട്ടുകൾ മാറിയതല്ലയോ? ഈ മരണത്തിന്റെ വേദനയിൽ നിന്ന് എനിക്കൊരു ശമനം കിട്ടാൻ ആരാണ് മന്ത്രി ചൂതി നൽകുക? ഈ വേദനയൊന്ന് ശമിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം? പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, ഇടതുകാലിന്റെ കണങ്കാലിന്റെ മേൽ വലതുകാലിന്റെ കണങ്കാല് കയറ്റി വെച്ചുകൊണ്ട് ഉരസുകയാണ്, ഉരസുകയാ. അവനറിയാം ഇതാ മരണത്തിലേക്ക് പോവുകയാണ്. ഇതുവരെ ഇല്ലാത്ത പരവേശമാണ്, ഇതുവരെ ഇല്ലാത്തതാകുന്ന ബുദ്ധിമുട്ടാണ്, ഇതുവരെ ഇല്ലാത്ത മാനസികമാകുന്ന അസ്വസ്ഥതകളാണ്, ഇതുവരെ ഇല്ലാത്തതാകുന്ന ടെൻഷനാണ്. എല്ലാം ഉണ്ടായിട്ടും സമ്പന്നതയുടെ മടിത്തട്ടിൽ വിരാജിച്ചിട്ടും മരണത്തിലേക്ക് പോകുന്നവനെ തടഞ്ഞു നിർത്താൻ സാധ്യമല്ല, സാധ്യമല്ല. അമ്പരചുംബികളായ മണിമേടകളുണ്ട്, മാളിക സൗധങ്ങളുണ്ട്, ഒരുപാട് മക്കളുണ്ട്, മരുമക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്, വലിയ വലിയ സമ്പത്തുണ്ട്. പക്ഷേ എല്ലാ സമ്പത്തുകൾ കൊണ്ടുവന്ന് അടിയറ വെച്ച് പോയാൽ മരണത്തെ തടുത്തു നിർത്താൻ പറ്റുകയില്ല. വേദനയാണ്, വേദനയാണ്. അവൻ മനസ്സിൽ തന്നെ ഉറപ്പിക്കുകയാണ്, ഇതെന്റെ മരണമാണ്, ഇതെന്റെ മരണമാണ്, ഇനി ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കുകയില്ല. ദുനിയാവിൽ ഒരുപാട് യാത്രകൾ പോയവനാണ്, ഒരുപാട് യാത്രകൾ ചെയ്തവനാണ്, പ്രവാസ ലോകത്ത് പോയവനാണ്, നാട്ടിൽ തന്നെ പല രാജ്യങ്ങളിൽ സന്ദർശിച്ചവനാണ്, പല സംസ്ഥാനങ്ങളിൽ പോയവനാണ്, പല ജില്ലകളിൽ പോയവനാണ്, പല കൃഷികളിൽ ഏർപ്പെട്ടുകൊണ്ട് വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചവനാണ്. ആ യാത്രകളിലൊക്കെ വീട്ടിൽ വന്നുകൊണ്ട് അഭയം പ്രാപിച്ചവനാ. പക്ഷെ ഇതിൽ നിന്ന് ഇനി ഒരിക്കലും മടക്കമില്ല, മടക്കമില്ല. ദുനിയാവാകുന്ന ഘട്ടം അവസാനിക്കുകയാണ്, മരണത്തിലേക്ക് പോവുകയാണ്. വൽതഫതി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ് ഫലാ صدق ولا صلى فلا صدق ولا صلى. ഈ ദുനിയാവിൽ ഒഞ്ചിയം ജമാഅത്തിൽ കൂടിയിരിക്കുന്ന കാലയളവിൽ ഒരു വഖത്ത് പോലും അവൻ നമസ്കരിച്ചിട്ടില്ല, ഒരു ജുമുഅ പോലും ശ്രദ്ധിക്കാത്തവനാണ്, ഒരു ജമാഅത്ത് പോലും ശ്രദ്ധിക്കാത്തവനാ. അള്ളാന്റെ പള്ളിയിൽ നിന്നുള്ള ബാങ്ക് മുഴങ്ങുമ്പോ വീട്ടിൽ സിനിമകൾ കണ്ടുകൊണ്ടിരുന്നവളാണ്, സീരിയൽ അടിമപ്പെട്ട പെണ്ണാണ്, മോശപ്പെട്ട സിനിമകൾ കേട്ടുകൊണ്ടിരുന്നവളാണ്, പാട്ടുകൾ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് കേട്ടിരുന്നവളാണ്. ബാങ്ക് കേൾക്കാതിരിക്കാൻ ഒരൽപ്പം കൂടി വോളിയം വെച്ചുകൊണ്ട് കേട്ടുകൊണ്ട് സുഖിച്ചവളാണ്. ഫലാ സദ്ദഖ വലാ സല്ലാ. ഈ ദുനിയാവിൽ പാവങ്ങളുടെ കണ്ണീരപ്പാനോ നിരാലംബര കബലംബമാകാനോ ഹാഫിലീങ്ങൾ പഠിക്കുന്ന ഹിഫ്ദിന്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാനോ അള്ളാന്റെ പള്ളികളെ സഹായിക്കാനോ ദീനീ സ്ഥാപനങ്ങളെ സഹായിക്കാനോ ഒരു കാര്യത്തിനും അവർ സദഖ ചെയ്തില്ല. ഒരു മജ്ലിസുന്നൂറും ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട. ഈ രീതിയിലുള്ള മോശപ്പെട്ട കമന്റുകൾ ഇട്ടുകൊണ്ട് നടന്നവരാണ്, പാവങ്ങളുടെ കണ്ണീരപ്പാത്തവരാണ്, നിരാലംബര കബലംബമാകാത്തവരാണ്, നിരാശരക്ക് ആശ്രയത്വം കൊടുക്കാത്തവനാണ്, യതീമക്കളുടെ തലയിൽ തലോടാത്തവനാണ്, വിധവകൾക്ക് അത്താണിയായി വർത്തിക്കാത്തവനാണ്. ഫലാ സദ്ദഖ വലാ സല്ലാ.
സദഖ നൽകിയിട്ടില്ല, പാപങ്ങൾക്ക് കണ്ണീരൊപ്പിയിട്ടില്ല, ഒരു നമസ്കാരം പോലും ശ്രദ്ധിച്ചിട്ടില്ല. വലാകിൻ കദ്ദബ വതവല്ല. ഈ ലോകത്തിന്റെ ജഗന്നിയന്താവാകുന്ന പരിപാലകനാകുന്ന പടച്ച റബ്ബിനെ കളവാക്കിക്കൊണ്ട് നടന്നവനാണ്, മരണത്തെ കൊണ്ട് അവിശ്വസിച്ചവനാണ്, ഖബറിന്റെ ഏകാന്തതയെ തള്ളിക്കളഞ്ഞവനാണ്, ഖബറിന്റെ ശിക്ഷകളെ ഭയപ്പാടില്ലാതെ ഈ ദുന്യാവിൽ കളിതമാശയിൽ ഏർപ്പെട്ടുകൊണ്ട് നടന്നവനാണ്. ഖബറിന്റെ ഇടുക്കത്തെ തൊട്ടും അതിന്റെ ഞെരുക്കത്തെ തൊട്ടും അതിന്റെ അദാബുകളെ തൊട്ടും പറയുമ്പോ അങ്ങനെയൊന്നുമില്ല, വരുമ്പോൾ നോക്കാമെന്ന വ്യാജേന ദുനിയാവിൽ രസിച്ചും രമിച്ചും കള്ളുകുടിച്ചും ലഹരി നുണഞ്ഞും മോശപ്പെട്ട ജീവിതം നയിച്ചുകൊണ്ട് നടന്നവനാണ്. റീൽസുകൾ കളിച്ചുകൊണ്ട് നടന്ന കുടുംബമാണ്, തലയിൽ തട്ടമിടാതെ നടന്നവളാണ്, ക്യാമ്പസുകൾ അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ചവളാണ്, അന്യരാകുന്ന പരപുരുഷന്മാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നടന്നവളാണ്, ഗേയായി നടന്നവളാണ്, ലെസ്ബിയനായി നടന്നവളാണ്. ഇന്നിതാ അനുഭവിക്കുകയാണ് മരണത്തിന്റെ വേദന, നേർക്ക് നേരെ കാണുകയാണ്. വലാകിൻ കദ്ദബ വതവല്ല. എന്തുകൊണ്ടാണ്? അവന്റെ എല്ലുകൾ വിരിഞ്ഞു മുറുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പോലും മരണത്തിന്റെ വേദനയുടെ സമയത്ത് വിളിച്ചു പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നക തൗഖുദുർ റൂഹ മിൻ ബൈനൽ ഖസബി വൽ അസബി വൽ അനാമിൽ ഫഅഇന്നി അലാ സകറാത്തിൽ മൗത്ത്. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടന്നുകൊണ്ട് ലോകൈക ഗുരു കൈകൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, ഇന്നക തൗഖുദുർ റൂഹ, നീ ആത്മാവിനെ പിടിക്കുന്നത് മിൻ ബൈനൽ ഖസബി വൽ അസബി വൽ അനാമിലി, മനുഷ്യന്റേതാകുന്ന രക്തങ്ങൾ സഞ്ചരിക്കുന്ന അസ്ഥി പഞ്ചരങ്ങളിലൂടെ, മജ്ജയിലൂടെ, മാംസത്തിലൂടെ, അവന്റേതാകുന്ന എല്ലുകളിലൂടെ, അവന്റേതാകുന്ന വിരലിൽ ഊട്ടപ്പെട്ടതാകുന്ന രക്തധമനിലൂടെ ആത്മാവിനെ പിടിക്കുന്നതായ അല്ലാഹുവേ, ഫഅഇന്നി അലാ സകറാത്തിൽ മൗത്ത്. ഈ പാവപ്പെട്ട മുഹമ്മദിന്റെ ആത്മാവിനെ പിടിക്കുമ്പോ നീ സഹായിക്കണേ നാഥാ, നീ സഹായിക്കണേ അല്ലാ. ആരാണ് ഈ ദുആ ചെയ്യുന്നത്? മുസ്ലിമേ, അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനകക്കൊട്ടാരമായി തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവരിഞ്ഞ് ലോകത്തിന് മുഴുവനും മാതൃക കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ആ പ്രവാചകരാണ് ദുആ ചെയ്യുന്നത്. എന്റെയും നിന്റെയും മരണത്തിന്റെ അവസ്ഥ എത്ര വേദനാജനകമാണ്, എത്ര പ്രയാസകരമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, ثم ذهب إلى أهله يتمطى. നമസ്കരിച്ചിട്ടില്ല, സകാത്ത് കൊടുത്തിട്ടില്ല, പാപങ്ങളുടെ കണ്ണീരൊപ്പിയിട്ടില്ല, നിരാലംബർ കവലംബമായിട്ടില്ല, ഈ ദുന്യവിയായ 30, 40, 50, 60, 70 വയസ്സ് അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ചവരല്ലേ, കളിച്ചവരല്ലേ, തമാശിച്ചവരല്ലേ, ദുനിയാവ് നശിപ്പിച്ച് കളഞ്ഞവരല്ലേ, ആഖിറത്തെ സമ്പാദിക്കാതെ ഈ ദുനിയാവ് നശിപ്പിച്ച് കളഞ്ഞവരല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, മലക്കുകൾ അവരുടെ അടുക്കൽ വന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഔലാ ലക ഫഔലാ, ഔലാ ലക ഫഔലാ. ഈ ദുനിയാവിൽ അല്ലാഹു നൽകിയ ആരോഗ്യം അത് നിസാരമായി നശിപ്പിച്ചവരല്ലേ, ലഹരി നുണഞ്ഞുകൊണ്ട് കളഞ്ഞു കുളിച്ചവരല്ലേ, നമസ്കരിക്കാതെ നിലകൊണ്ടവരല്ലേ, അല്ലാഹു നൽകിയ ആരാധ്യത്തെ, അല്ലാഹു നൽകിയ ആരോഗ്യത്തെ അവനെ ആരാധിക്കാതെ നശിപ്പിച്ച് കളഞ്ഞവരല്ലേ. നിനക്ക് പറ്റിയ ഏറ്റവും നല്ല ശിക്ഷയാണ് നീ അനുഭവിക്കുക, അനുഭവിക്കുക. ഔലാ ലക ഫഔലാ ثم أولى لك فأولى.
മരണത്തിന്റെ വേദന കൊണ്ട് പൊളയുന്ന മനുഷ്യന്റെ അടുക്കൽ സമാധാനത്തിന്റെ വചനമല്ല, ശാന്തിയുടെ ദൂതല്ല. അവന്റെ അടുക്കൽ വന്നുകൊണ്ട് അവന് വീണ്ടും വ്യസനം കൊടുക്കുന്ന വാക്ക് പറയുകയാണ്, കള്ളു കുടിച്ചവനല്ലേ, വ്യഭിചരിച്ചവളല്ലേ, മോശപ്പെട്ട റീൽസുകൾ കളിച്ചുകൊണ്ട് നടന്നവരല്ലേ, പാതിരാത്രി സമയത്ത് ഖുർആൻ ഓതുന്നതിന് പകരം മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണ് നട്ടിരുന്നവരല്ലേ, ഡബ്ല്യു അടിച്ചുകൊണ്ട് അശ്ലീലമാക്കപ്പെട്ട തലത്തിലേക്ക് കണ്ണ് നട്ടിരുന്നതായ സഹോദരനല്ലേ, ഔലാ ലക ഫഔലാ സുമ്മ ഔലാ ലക ഫഔലാ. നിനക്ക് ഏറ്റവും ബന്ധപ്പെട്ട ശിക്ഷയാണ് അല്ലാഹു നൽകുന്നത് എന്ന് മലക്കുകൾ വന്ന് പറയുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, മലക്കുകൾ വന്ന് നിന്റെ അടുക്കൽ വന്ന് ചോദിക്കും, ഐന ബദനുകൽ ഖവിയ്യ, നിന്റെ ആരോഗ്യമുള്ളതാകുന്ന ശരീരം എവിടെ പോയി? വമാ അളഅഫഹു ലൗം, നിന്റെ ആരോഗ്യത്തെ ഇത്ര ബലഹീനമാക്കാൻ കാരണമെന്താണ്? എന്ത് പറ്റി നിനക്ക്? നിന്റെ ആരോഗ്യം പരിപൂർണമായി പോയല്ലോ എന്ന് മലക്ക് നിന്നോട് ചോദിക്കും. മറുപടി കൊടുക്കാൻ കഴിയണം. എന്താ മറുപടി കൊടുക്കുക? ആരോഗ്യ കാലഘട്ടം എന്ത് ചെയ്തു ചിന്തിക്ക്. വയസ്സിപ്പോ എത്ര എന്ന വിചാരം? ആളുകളോട് പറയുമ്പോൾ എപ്പോഴും 10 വയസ്സ് കുറച്ച് പറയുമെങ്കിലും സ്വന്തമായിട്ട് വയസ്സറിയാവല്ലോ. സ്വന്തമായിട്ട് എത്ര വയസ്സാന്ന് നിനക്കറിയാം. എന്താണ് ഇപ്പൊ നിങ്ങളുടെ ആയുസ്? എവിടെ എത്തിയിരിക്കാൻ ചിന്തിച്ചു നോക്ക്. അണയാറായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഅമാറു ഉമ്മത്തി മാ ബൈന 60 വ 70. 60ന്റെയും 70ന്റെയും ഇടയിലാണ് എന്റെ ഉമ്മത്തിന്റെ ആയുസ്. വയസ്സ് എത്രയാ? 70 കഴിഞ്ഞ് എത്ര ആളുകളുണ്ട് ഈ സദസ്സിൽ? ചിന്തിക്ക്. ലോട്ടറി അടിച്ച പോലെയാണ് നിലകൊള്ളാൻ പടച്ച റബ്ബ് നൽകിയിരിക്കുന്ന വലിയൊരു ബമ്പറാണിത്. ഒരു വലിയ സൗഭാഗ്യം. അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിച്ച് നിലകൊള്ളി. മരണത്തെ പുൽകാൻ സമയമായി. താടി രോമങ്ങളും തലയിലെ രോമകൂപങ്ങളും ഒക്കെ നരച്ചു. മരണത്തിലേക്കുള്ള സൂചികയായിട്ട് അള്ളാഹു തന്നിരിക്കാൻ. എന്നിട്ട് നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 3 വിഭാഗം ആളുകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. സ്വഹാബാ സലാസത്തുൻ ലാ യുദ്ഖിലുഹുൽ ജന്ന, 3 വിഭാഗം ആളുകൾ സ്വർഗ്ഗത്തിൽ കടക്കില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുദ്മിനുൽ ഖംരി, ഈ ദുനിയാവിൽ ലഹരിക്കടിമപ്പെട്ടവരാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ചെറുപ്പക്കാരൊക്കെ ലഹരിയിലാണ്. കള്ളു കുടിച്ചുകൊണ്ട് നിലകൊള്ളാൻ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും കോളേജിൽ പഠിക്കുന്നതാകുന്ന കൗമാരപ്രായക്കാർ ലഹരിക്കടിമപ്പെട്ട യുഗമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കണ്ടില്ലേ നിങ്ങള് ബസ് സ്റ്റാൻഡുകളിലൊക്കെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട തലയിൽ തട്ടമിട്ടതാകുന്ന സഹോദരിമാർ കൂടെ പഠിക്കുന്ന കൂട്ടുകാരുടെ മടിയിൽ കടക്കാൻ ബസ് സ്റ്റാൻഡിൽ നടുറോഡിൽ ജനങ്ങൾക്ക് മുന്നിൽ, എന്നിട്ട് ലിപ് ലോക്ക് ചെയ്തുകൊണ്ട് കിടക്കുക, ചുണ്ടുകൾ തമ്മിൽ കോർത്തിണക്കുക. എവിടെ? നടുറോഡിൽ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ലോകം. ക്ലാസ് മുറികളിൽ പരസ്പരം ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കുക മാത്രമല്ല, അത് സമൂഹ മാധ്യമങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ട് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ. ഇതൊക്കെയാണ് ക്യാമ്പസ്. ഇങ്ങനെയൊക്കെ രസിക്കാനും അനുഭൂതികൾ ആസ്വദിക്കാനും ഇഷ്ടപ്പെടുന്നവർ വരൂ, ക്യാമ്പസിലേക്ക് വരൂ. ക്യാമ്പസുകളിലേക്ക് കയറുമ്പോൾ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ക്യാമ്പസുകൾ കൊടുത്തിരുന്ന ചുമർ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ആണും പെണ്ണും പരസ്പരം നഗ്നരായി കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുംബനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വരച്ച ഒരു ചിത്രം അതിനടിയിൽ കൊടുക്കാണ്, മതത്തിന്റെ ചങ്ങലകൾ വലിച്ചെറിയാം, സ്വാതന്ത്ര്യത്തോടുകൂടി സ്വൈരവിഹാരം നടത്താം. ക്യാമ്പസിലേക്ക് സ്വാഗതം ചെയ്യാൻ ഒരു അന്യപുരുഷനും പെണ്ണും കൂടെ പരസ്പരം തുണിയില്ലാതെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു, ചുംബനം കൊടുത്ത് നിൽക്കുന്നതിന്റെ ചിത്രം കൊടുത്തിട്ട് വരച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിനടിയിൽ എന്ത് ചെയ്യാ? എഴുതി വെച്ചിരിക്കുകയാണ്, മതത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയാം, സ്വാതന്ത്ര്യത്തോടുകൂടി നമുക്ക് സ്വൈരവിഹാരം നടത്താം. അപ്പൊ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? എന്താണ് വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യൻ അർത്ഥമാക്കുന്നതെന്ന് അല്ലാഹു അഅലം. ഈ ക്യാമ്പസ് രാഷ്ട്രീയങ്ങൾ കൊണ്ടൊക്കെ എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത് എന്ന് അല്ലാഹു അഅലം. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ.
മക്കൾക്ക് എന്ത് ധാർമ്മികമാകുന്ന വിദ്യാഭ്യാസമാണ് നമ്മൾ കൊടുക്കുന്നത്? വിദ്യ നുകരാൻ പോകുന്ന മക്കളാണ് ഏറ്റവും വലിയ വിവരക്കേടിലേക്ക് എത്തിപ്പെടുന്നത്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. കുട്ടികളെ പഠിപ്പിക്കുന്നതാകുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കണേ, നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നല്ലതുപോലെ ജാഗ്രത പുലർത്തി.